ഹലോ, വെൽക്കം ടു അസാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസാ വേൾഡായിട്ട് ഞാനാണല്ലേ സംസാരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, ആസക്കുട്ടി സാവധാനമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. ഇപ്പോൾ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. പിന്നെ അപ്പം അസക്കുട്ടീനെ സ്കൂളിൽ പോയി നമ്മൾ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പോയിട്ട് വിളിച്ചിട്ട് വരാറ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് എല്ലാ ദിവസവും കൊടുത്തിട്ടുള്ളത് അസ ട്യൂഷന് പോകാൻ പോവാണ്. കുറച്ച് കാലങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇന്നാണ് കേട്ടോ പോകുന്നത്, ജൂലൈയിൽ. അപ്പോൾ അസക്ക് വേണ്ടിയിട്ട് സ്നാക്സും ബ്ലാക്ക് ടീയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസക്ക് ഇതുപോലെ സ്കൂളൊക്കെ വിട്ടാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ വന്നാലോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ട്യൂഷനിലേക്ക് പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കൊടുന്നു. ഇത് ട്യൂഷൻ്റെ വീടാണ്. അപ്പം നമ്മളവിടെ പുറത്ത് വെച്ചിട്ടാണ് കൊടുക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട് അകത്ത് വെച്ച് കൊടുക്കുക, കുട്ടീനെ കയറ്റിയിരുത്തുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പോണ ഒരു ട്യൂഷൻ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒറ്റത്തെങ്കിൽ തന്നെയാണ്. അങ്ങനെ ഇതാ അനുംകുട്ടി ചായയൊക്കെ കുടിച്ചു. ഇനി അവരൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷാക്കി കൊടുക്കണം. ഒന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ആയിട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്നിട്ട് ചായ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പൗഡറും കുറച്ച് സ്പ്രേയും, കാരണം ഇനി അടുത്തൊരു 1.5 മണിക്കൂർ വീണ്ടും ഇരിക്കണ്ടേ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇതാ 2 മണിക്കൂറുണ്ട് കേട്ടോ ട്യൂഷൻ. അപ്പോൾ അസക്കുട്ടി നല്ല ഹാപ്പിയാണ്, അനുക്കുട്ടി നല്ല ഹാപ്പിയാണ്. ഇവർ രണ്ടാളാണ് ആദ്യം പോയിരുന്നത്. പിന്നെ അസക്ക് കുറച്ചിങ്ങനെ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാരണം കുറച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാരണം നമ്മളതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അസക്കുട്ടി എന്നെയും കണ്ടു പറഞ്ഞത് അനുവിൻ്റെ ട്യൂഷനിൽ പോകണമെന്ന്. അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ അനുവിൻ്റെ ട്യൂഷനിലേക്ക് പറഞ്ഞയക്കണം. അതിൻ്റെ ഒരു ഹാപ്പിയൊക്കെ ഉണ്ട് 2 പേർക്കും. അങ്ങനെ ഇതാണ് നമ്മളെ ടീച്ചർ കേട്ടോ ബാക്കിൽ നിൽക്കുന്നത്. അനുവിന് ഒരു നാണമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അനുവിന് ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ഒരു ട്യൂഷന് പോയിരുന്നു, അന്ന് 2 ആളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ പോയി ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ചായയൊക്കെ കൊടുത്ത് ഇതുപോലെ ഒരുക്കി കൊടുത്തിട്ടൊക്കെ തന്നെ ഞാൻ വരാറ്. ഇനി 6:30 വരെ ഇവിടെ ട്യൂഷനുണ്ട്. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ അസക്കൊരു നാണോ ടെൻഷനോ എന്നോട് പിരിയാനുള്ളൊരു മടിയാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇങ്ങനെ വിട്ടു പോകാൻ കുറച്ച് മടിയാണ്. ഞാനും കൂടെ അവിടെ ഇരിക്കണമെങ്കിൽ ആൾ ഹാപ്പിയാണ്. എന്താ 2 പേരും കൂടിയിട്ട്, ഞാൻ അല്ലെങ്കിൽ പിന്നെ അനു വേണം എല്ലാ കാര്യത്തിനും. അപ്പോൾ ഫസ്റ്റത്തെ അപ്പോൾ ഇത് പിക്ക് ബാഗിൽ കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ പറഞ്ഞയച്ചതാണ്.